എന്തെങ്കിലുമൊക്കെ ഉപദേശിച്ചു കൊടുക്കാനാണ് അതൊന്നും ചെയ്യാതെ എല്ലാ കുരുത്തക്കേണ്ടും കൂട്ടി നിൽക്കുന്നുണ്ട്. അതെന്തും ഞാൻ ഇതിനായിട്ടൊന്നും യാതൊരു കാര്യമില്ല. അങ്ങനെ തുടങ്ങുന്ന പരിപാടിയിലൊക്കെ ഇങ്ങനെ നല്ല കുട്ടിയാണോ കാർത്തിക് ചേട്ടൻ? ഇതുവരെ അമ്മയ്ക്ക് വെച്ചൊരു നല്ല കുട്ടിയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതൊക്കെ പറയുന്നു. നമ്മൾ മനസ്സാവാച കർമ്മ അറിയാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ പറയും. ചക്കര ഉള്ളപ്പോ തവിടില്ല, തവിടുള്ളപ്പോ ചക്കരയില്ല, ചക്കരയും തവിടുള്ളപ്പോ ഞാൻ അക്കരയാണ്. അച്ഛൻ ഒന്നുകൂടെ പറയുന്നില്ല. വെല്ലിശൻ പണ്ട് കൊച്ചിൻ കനീവ സാറിന്റെ ഒക്കെ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ നിന്ന ആളല്ലേ? കുറെ കാലം നിന്ന്. ഇപ്പൊ വലിയ ഡയറക്ടറൊക്കെ ആയി നിൽക്കേണ്ട ആളായിരുന്നല്ലേ? അതിപ്പോ ഡയറക്ടർ ആയാലും തോന്നാ അങ്ങനൊന്നും പറയരുത്. കാർത്തിക് ചേട്ടൻ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ല, അത് എന്റെ കാര്യമില്ല. ഇപ്പൊ തന്നെ ചാട സഹിക്കാം. അതുകൂടെ വല്ലതും ആയിരുന്നെങ്കിൽ എന്താ പറയാ, അടുത്ത പഴഞ്ചൊല്ല് എടുത്തിട്ട് വേണ്ട. ഇവർക്കൊക്കെ ഇവര് കൊച്ചു പിള്ളേരല്ലേ, ഇപ്പൊ അവർക്ക് എത്തത്തില്ല. അതല്ലേലും നിങ്ങൾക്ക് ഈ പുതിയ പിള്ളേർക്ക് എല്ലാവർക്കും ഉള്ളതാ. പുതിയതോ? ക്ലാവ് പിടിച്ചോ? അതെ, പുകഴ്ത്താനാ പറഞ്ഞ, ഏറി കയറ്റാനല്ല. എന്നാണ് നമ്മുടെ കാർത്തിക് ചേട്ടന്റെ കല്യാണം? പെൺപിള്ളേർ കണ്ടുവച്ചിട്ടുണ്ടോ? എനിക്ക് അതാ നല്ലത്. സമാധാനമായിട്ട് ജീവിക്കണത്. ബാച്ചിലർ ലിവ്സ് ലൈക്ക് എ കിങ് ആൻഡ് ഡൈസ് ലൈക്ക് എ ബെഗർ എന്നാ. അപ്പൊ കൊച്ചിലെ തൊട്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് വല്യച്ഛനാണല്ലേ? സപ്പോർട്ടാ. അവിടെ പിന്നെ ഒരുത്തരും ഉണ്ട് ഇപ്പോഴും. അതാണ് നമ്മളെ അപമാനിച്ചു കഴിഞ്ഞു. പായസമൊക്കെ ഉണ്ടാക്കി പായസമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആൻറ്റി ഒരു കപ്പ് എനിക്ക് തന്നോളൂ. ചോദിച്ചൊക്കെ വാങ്ങിക്കും, കാരണം കുറെ നേരം ആയി ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. ആൻറ്റി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആൻറ്റി കഴിക്കുന്നില്ല? വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. നോക്കട്ടെ. നല്ല പായസമാണ് കേട്ടോ. നല്ല. ഞാനങ്ങനെ പാൽപ്പായസം അധികം കഴിച്ചിട്ടില്ല. അങ്ങോട്ടൊന്നും അധികം പാൽപ്പായസം ഒന്നും ഉണ്ടാക്കാറില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ കല്യാണങ്ങളൊക്കെ പോകുമ്പോൾ കഴിക്കുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരവും. എന്നും ഇവിടെ വിഷുവിന് പായസം ഒക്കെ ഉണ്ടാക്കും. വിഷുവിനല്ല, വർഷത്തിൽ ഒരു തവണയുള്ളൂ. വർഷത്തിൽ ഒരിക്കൽ വിഷു. ആ വിഷുവിനൊന്ന് ഉണ്ടാക്കുമോ? വിഷുവിനും ഓണത്തിന് എന്തൊക്കെ പായസം ഉണ്ടാക്കാറുള്ളത്, ട്രൈ ചെയ്യാറുള്ളത്? അത് ഇതിന് ഉറപ്പായിട്ടും ഉണ്ടാക്കും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ഒരു പാൽപ്പായസം ഉണ്ടാക്കാറുണ്ട്. ചുമ്മാ അതൊക്കെ ഇരിക്കും അല്ലേ? എപ്പോഴും ഞാനിങ്ങനെ അരിയൊക്കെ സ്റ്റോക്ക് ആയിരിക്കും. അപ്പം അന്നേരം അതുകൊണ്ട് ഈ പായസം കഴിഞ്ഞാൽ പിന്നെ കാർത്തിക് ചേട്ടൻ ഇങ്ങനെ ചോദിച്ച് ഉണ്ടാക്കിപ്പിക്കുന്ന ഫുഡ് ഏതാ? തീയല്. അപ്പൊ ഭയങ്കര ഇഷ്ടമാണോ? എന്ത് തീയലാ ഇഷ്ടം? അത് എന്ത് തീയലായാലും തീയല് പല ടൈപ്പ് ഓഫ് തീയലുണ്ടല്ലോ. പാവയ്ക്ക ഇഷ്ടമല്ല. ഉള്ളി തീയല്, പിന്നെ മറ്റേ ഉരുളക്കിഴങ്ങ് തീയല് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ ഫുഡിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? ഇതെല്ലാം തീയല് തന്നെ. തീയലൊക്കെ വെച്ച് കൊടുത്താൽ മതി അല്ലേ? ഒരു ഫുൾ അമ്മ വെച്ച് ഇഷ്ടപ്പെട്ടാണ് എനിക്ക് തീയലിനോട് ഇഷ്ടം തോന്നിയത്. ഓക്കെ. ഇവിടെ നമ്മൾക്കൊരു ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഞാനാണെങ്കിൽ ഇന്നലെ നോക്കിയപ്പോഴേ കാർത്തിക് ശങ്കർ പേരൊക്കെ ഓക്കെ. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് കാർത്തിക് ശങ്കറിന് മുമ്പൊരു കാലം ഉണ്ടായിരുന്നു ജയശങ്കർ അല്ലേ? അതെ. ഈ ജയശങ്കർ പിന്നീട് ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന പേര് നമ്മുടെ എന്താ പറഞ്ഞേ, വിശാൽ ശിവപ്രഭു എന്നാണെന്ന് പറയുന്നത് എൻ്റെ വീട്ട്. അപ്പൊ 3 പേരുകൾ ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ പേരുകളുടെ ഒരു ഹിസ്റ്ററി എനിക്ക് അറിയണമെന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ജയശങ്കർ എന്നാണ് എൻ്റെ റെക്കോർഡിക്കൽ നെയിം. അപ്പൊ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ ജോയിൻ ചെയ്ത സമയത്താണ് വിശാൽ ശിവപ്രഭു എന്നുള്ള പേര് അത് ഇടുകയും. അതാരാ സജസ്റ്റ് ചെയ്ത ആ പേര്? ഒരു സുഹൃത്തായിട്ടുള്ള അസ്ട്രോളജർ അതൊക്കെ നോക്കുന്ന പുള്ളിയാണ് ഇട്ടത്. അപ്പോൾ അത് ഇടുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ എഴുത്തിനൊരു പ്രത്യേകത ഉണ്ട്. വിശാൽ ശിവ് പ്രഭു എന്നാണ് 3 പേരായിട്ട് എഴുതുന്നത്. അപ്പോൾ അത് വെച്ച് പിന്നെ ഒരു ഷോർട്ട് ഫിലിംസ് ബിഗിനിങ്ങിൽ ഷോർട്ട് ഫിലിംസിലൊക്കെ അങ്ങനെയാണ് പേര് വെച്ചിരുന്നത്.
പക്ഷെ അതിങ്ങനെ വെക്കുമ്പോൾ അതൊരു മലയാള പേരല്ല എന്ന് തോന്നുന്നു. അപ്പം നല്ല പായസം ആയതുകൊണ്ട് അവിടെ വെച്ചു. അല്ല ഇത് ചൂടാ, അപ്പൊ ഞാൻ കൈ പിടിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം പിന്നെ സ്വസ്ഥമായിട്ട് കഴിക്കാം. അപ്പം അങ്ങനെ അതൊരു മലയാള പേരല്ല എന്ന് പലരും തോന്നും. പിന്നെ ഇത് മൂന്ന് പേരാണ് ഡയറക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു ഇതൊക്കെ ഇങ്ങനെ വന്നു. അപ്പം അങ്ങനെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഇടയിലായാലും അങ്ങനെ വല്ലാത്തൊരു പ്രഷറൊക്കെ വന്നപ്പോൾ പിന്നെ ബാക്ക് ടു ജയശങ്കർ എന്നാക്കാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കപ്പം ആ ടൈമിൽ മാറ്റിയ സമയത്ത് എനിക്ക് കാർത്തിക് എന്നുള്ളൊരു സംഭവം ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ കാർത്തിക് ശങ്കർ എന്നാക്കിയതാണ്. ഈ പേരൊക്കെ മാറ്റുന്നത് ആന്റി എന്നാ പറയാം, കാരണം നമ്മളത്ര ഭയങ്കര കാര്യമായിട്ടൊക്കെ ഇട്ട പേരാണ് ജയശങ്കർ. അപ്പൊ അത് പിന്നെ വിശാലാക്കി കാർത്തിക് ഒക്കെ ആക്കിയപ്പോൾ ആന്റി എന്നാ പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞില്ല, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അതെന്താ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ ഈ കാർത്തിക് എന്നുള്ളൊരു പേര് വന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കര കുറച്ചുകൂടെ ഒരു എല്ലാരും പേരിൻ്റെതായിട്ടുള്ള ഇപ്പൊ നമ്മുടെ സ്വഭാവം അനുസരിച്ചല്ലേ നമുക്ക് ഗുണങ്ങൾ വരും. പേരിൻ്റെതായിട്ടുള്ള ഇതൊന്നുമില്ല. അത് നമ്മുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പേര് എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നതല്ലേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അന്ന് വിശാൽ ശിവപ്രഭു എന്നുള്ളത് ന്യൂമറോളജിയോ എന്തൊക്കെയോ എന്തൊക്കെയോ നോക്കിയിട്ടൊക്കെയാണ് ഇട്ടത്. പക്ഷെ അതിലൊന്നും അല്ല. പേര് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര്. ജയശങ്കർ എന്നുള്ള പേര് ഓക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോൾ ഓക്കെ എനിക്കൊരു തോന്നി. അങ്ങനെ ഞാൻ വീട്ടിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഓക്കെ നിന്റെ ഇഷ്ടം. ഓക്കെ. ഇപ്പൊ നമ്മൾ മുമ്പേ അവിടുന്ന് ഇപ്പൊ സംസാരിച്ചു, ഇപ്പം മറ്റേ വീഡിയോ എടുക്കുമ്പോഴത്തേന് ഭയങ്കര ദേഷ്യമാണെന്നുള്ളത്. ഇപ്പൊ വീട്ടിലും അങ്ങനെ തന്നെയാണോ? എന്തെങ്കിലും കാര്യം ദേഷ്യപ്പെടുന്ന ആളാണോ? ഇല്ല, ഇല്ല. എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ദേഷ്യപ്പെടാറുള്ളൂ, അല്ലെങ്കിൽ ദേഷ്യം. എന്താണ് മെയിനായിട്ട് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ കാർത്തികേട്ടൻ ദേഷ്യപ്പെടുത്തും? അങ്ങനെ നമ്മള് കാണുന്ന ഭയങ്കര വീഡിയോസിലൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളത് മറ്റേ അമ്മയോട് വന്ന ഓരോ കാര്യങ്ങൾ പറയുന്ന കാർത്തിക് ചേട്ടനെ കണ്ടുള്ളത്. ഇപ്പൊ ഈ നമ്മളെവിടെയെങ്കിലും പോകാനായിട്ടൊക്കെ റെഡി ആവാന്നെങ്കിലുണ്ടല്ലോ, നമ്മളിങ്ങനെ റെഡിയായി ഇങ്ങനെ ഇരിക്കും, ഇരുന്നാലും വരികയല്ല. ആര്? അമ്മയൊക്കെ ഇരിക്കും, റെഡി ആയിരിക്കും, അപ്പം വരികയല്ല. പക്ഷെ ഇവൻ നേരത്തെ ഒന്ന് റെഡി ആയിരിക്കുവാന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് സ്വസ്ഥത തരത്തില്ല. പിന്നെ എത്ര സമയമായിട്ട് ഞാൻ റെഡി ആയിരിക്കുക, എത്ര സമയം നമ്മള് ഇരുന്ന് നമ്മൾ മുഷിഞ്ഞ് ഒക്കെ ഇരുന്നാലും വരികയല്ല. പക്ഷെ അവൻ നേരത്തെ റെഡിയായി വരുവാണെങ്കിൽ നമ്മൾ ഇച്ചിരി താമസിക്കുവാണെങ്കിൽ പ്രശ്നം, അത് ഭയങ്കര പ്രശ്നം. അത്രയൊക്കെ ഉള്ളൂ, അതേ ഉള്ളൂ. ഈ ഫുഡിന് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് ഉപ്പ് കുറഞ്ഞു, മുളക് കുറഞ്ഞു, മറ്റേ എരി കുറഞ്ഞൊക്കെ പറയാറുണ്ടോ? തന്നെ പറ കാർത്തികേട്ടൻ. അല്ല അതെപ്പോഴും എന്തെങ്കിലും എന്താറിയോ, ഇവിടെ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കിയാലും പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തീയല് അപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ പൽപ്പായസം കഴിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ട് നമ്മൾ ചോദിക്കത്തില്ലേ? ഈ ചോദിക്കുന്ന ടൈമിൽ അമ്മയുടേതായ ചില ടെക്നിക്കുകൾ അതിനകത്തിൽ മോൻ ചോദിച്ചതല്ലേ എന്നാൽ ഇങ്ങനെ ഇടാം, നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റേതായിരിക്കും. സപ്പോസ് നമ്മൾ എനിക്കൊരു പാൽപ്പായസം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നു. അമ്മ ചിലപ്പോൾ അതിനകത്ത് 2 കടുകൂടെ ഓർത്തിടും. എന്തായാലും മോനൊന്ന് ഇതാവല്ലേ ചോദിച്ചതല്ലേ, അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞു. നമ്മളിത് കഴിക്കുമ്പോൾ എന്താ ഒരു കടുക് ചവ ചോദിക്കുമ്പം അല്ല നീ ഇത് പറഞ്ഞപ്പോഴേ ഒരിത് നമ്മൾ ചോദിക്കുന്നത് മറ്റേതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ഇംപ്രവൈസേഷൻസ് ഒക്കെ അമ്മ തീയലിൻ്റെ കാര്യത്തിലായാലും മറ്റെന്തിൻ്റെ നമ്മൾ ചോദിക്കുന്ന ദിവസം, അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും ധൃതിപ്പെട്ട് പോകേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ നല്ല കറിയൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇത് നമ്മൾ ഒരു ഉരുള കഴിക്കുമ്പോഴത്തന്നെ ഇതൊക്കെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കി തന്നൂടെ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് അമ്മ അതുണ്ടാക്കില്ല, അതിൻ്റെ അപ്പുറത്തേന്ന് പറഞ്ഞാൽ ഉണ്ടാക്കും, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടില്ല. ആ സമയത്തൊക്കെ ഞാൻ പറയും എന്താ ഈ ചെയ്തേക്കുന്നത്, അതെന്താ പറയുന്നത് കേട്ടോ, സ്നേഹത്തോടെ കൊടുക്കുന്നതാ. അപ്പൊ അന്ന് അത് നമ്മളാണെങ്കിൽ ഇപ്പൊ ഞാനെങ്ങനെയാണെന്നറിയോ, ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ മാറി നിന്ന് നോക്കും, ഇങ്ങനെ ഒഴിച്ച് ഞാനിങ്ങനെ നോക്കും. എന്തോ എനിക്ക് കുങ്കുമപ്പൂ ഇഷ്ടമല്ല, ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പം ഞാൻ പാൽ ഷെയ്ക്കോ ഏതാണ്ട് അമ്മ ഉണ്ടാക്കുന്ന ഒരു ഷെയ്ക്ക് അതാണെന്നോ ചോദിച്ചത്, പഴമൊക്കെ ഇട്ട് അമ്മയൊരു സംഭവം ഉണ്ടാകും. അപ്പോൾ ഞാനത് എവിടെയോ പോയി ഷൂട്ടൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ട് എനിക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് വെള്ളം കുടിക്കാതെ വന്നേക്കുക. കാരണം ഇതെനിക്ക് ഫസ്റ്റ് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു അമ്മ എനിക്കത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഞാൻ മേളിൽ പോയി ഫ്രഷായി വന്ന് അങ്ങോട്ട് ഇരുന്ന് കുടിച്ച് എനിക്കങ്ങ് ഓക്കാനിക്കാൻ പറ്റും. കാരണം ഈ കുങ്കുമപ്പൂ ഇട്ടിട്ടേ മോൻ ചോദിച്ചില്ലയോ അതിട്ട് ഇട്ടിച്ചിരി അവനിച്ച് വെളുക്കട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ലാന്ന് അറിയത്തില്ല. അല്ല എന്നാലും പിന്നെ ഇപ്പ് കാണുമ്പോൾ നമുക്ക് വിഷമം വരും. പിന്നെ ഇവരെല്ലാവരും ഇരുന്ന് അങ്ങ് കഴിച്ച് തീർക്കും അത്. അല്ല അതേത് പ്രായത്തിലായിരുന്നു വെളുക്കെട്ടെന്നൊക്കെ പറയാം? കൊച്ചിലെയാണോ? കുറച്ച് ആൾക്ക് മുമ്പ്, കുറച്ചാള് മുമ്പോ? അതെന്താ ഇപ്പൊ വെളുത്ത് സുന്ദരനായിട്ടല്ലേ ഇരിക്കുന്നേ? അത് ഇതിന്റെ കൂട്ടത്തിൽ എക്സ്ട്രാ പറയുന്നത് ഞാൻ പറയുന്ന അറിയാം. ഇതെന്റെ മുഖം കാണുമ്പോൾ അമ്മ പറഞ്ഞില്ലേ ഇങ്ങനെ നോക്കും,
മുഖം കാണുമ്പോൾ അമ്മയ്ക്ക് അറിയാം. അപ്പൊ അമ്മ അതിന്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്, മോനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞാലേ ഇച്ചിരി നല്ല വെളുപ്പൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അതിനെ മേക്കപ്പ് ചെയ്യാൻ നോക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ അതേപോലെ തന്നെ നമ്മളിപ്പം ഇപ്പൊ ഈ പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അമ്മ എനിക്ക് ഭയങ്കരമായിട്ട് ഈ കറി ഇഷ്ടപ്പെട്ടു, പിന്നെ ഒരു 5 ദിവസത്തിനാക്കാറ് അങ്ങനെയൊക്കെ ഉണ്ടോ? വീഡിയോസിലും അത് വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ അന്നേരം ഒരു കറി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അങ്ങോട്ട് പറയാനായിട്ട് പോയിട്ട് വേണ്ട ഇത് ഈ മാസം മുഴുവൻ ഇത് വെച്ച് കളയും. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതിന്റെ ഒരു സൈക്കോളജി എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ അമ്മമാരുടെ ആ സൈക്കോളജി എന്താണ്? എന്റെ വീട്ടിൽ ഇത് തന്നെയാണ്. അല്ല അതെന്താ അറിയോ, സാധാരണ ഒരു വകയും കറിയൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കില്ല. അപ്പൊ എന്നാ ഇത് നമുക്ക് ഈ വെച്ചുണ്ടാക്കി കൊടുക്കുമ്പോൾ പിള്ളേർ നന്നായിട്ട് കഴിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പൊ അത് നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നു, എന്നാൽ പിന്നെ നാളെയും കൂടെ അതുണ്ടാക്കിക്കോളാം എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇവന് ഈ ഗോതമ്പ് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കും. നുറുങ്ങ് ഗോതമ്പ് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാകുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം വേറൊന്നും ഇഡ്ഡലി ഉണ്ടാക്കിയ വേണ്ട, ദോശ ഉണ്ടാക്കി, ഇതൊന്നും കഴിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഉപ്പുമാവല്ലേ അത് കഴിക്കുന്നുണ്ടല്ലോ. ഇപ്പം അവന് ഉപ്പുമാവിൻ്റെ ഉപ്പെന്ന് പറഞ്ഞപ്പോലും അവന് കരിയ ഈ ആന്റിക്ക് ഇപ്പം കാർത്തിക് ചേട്ടൻ ഒരു മോനല്ലേ ഉള്ളു. എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ എനിക്കൊരു മോളൂടെ വേണമായിരുന്നു? എപ്പോഴും തോന്നും. അതെന്താ? കാരണം പണിയൊന്നും എടുക്കാത്തത് കൊണ്ടാണോ? ഒന്നും സഹായം ചെയ്തു തരത്തില്ല? അതെന്തോ പെൺകുട്ടി ഉണ്ടെങ്കിൽ പണിയെടുക്കണമെന്നോ? അല്ല, അടുക്കള സഹായിക്കുമല്ലോ. അടുക്കള എന്നാ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് വിട്ട് എന്നാ പോട്ടെ. ഒരു പെൺകുട്ടി വേണമായിരുന്നുള്ളത് തോന്നി പാഠം പഠിപ്പിക്കാൻ. അതെന്താ? എന്ത് പാടാ പഠിപ്പിക്കണ്ടേ? ഇവന്റെ ഈ ദേഷ്യവും ചാട്ടവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു മോളോടുണ്ടായിരുന്നെങ്കിൽ അവിടെ ഏട്ടൻ അവിടെ അടങ്ങിയിരി. എന്തുവാ എനിക്ക് തോന്നുന്നു ഒരു പെങ്ങളോടുണ്ടായിരുന്നെ അതും കൂടെ കേൾക്കണ വന്നേനല്ലേ, പ്രത്യേകിച്ച് അനിയത്തികളുണ്ടായിരുന്നെങ്കിൽ അത് ചിലപ്പോ സംഭവിക്കേണ്ടി വന്നേനെ. അത് പക്ഷെ ഇതൊന്നും അല്ലെന്നേ, നേരത്തെ ഉണ്ടായിരുന്നു, ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ല, അങ്ങനെ തന്നെ ഇല്ലെന്ന് പറയാം. കാരണം ചെറിയ ചെറിയ കാര്യത്തിൽ ഇപ്പം അതിപ്പം വർക്കിലാണ് മെയിനായിട്ട്, ഇപ്പം അഭിനയിക്കുമ്പോഴത്തെ കാര്യത്തിൽ അതിലാണ് മെയിനായിട്ടും വരിക. അങ്ങനെ നമ്മൾ ഭയങ്കര എനിക്ക് അതൊക്കെ നമ്മുടെ കുഴപ്പമാണ്. ഞാൻ ഇങ്ങനെ ഭയങ്കര ഓക്കെ നമുക്ക് ഇത് എടുക്കാം അതെടുക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക, ആർട്ടിസ്റ്റ് ആരെങ്കിലും എടുത്ത് ഫോണൊക്കെ എടുത്ത് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഭയങ്കര ദേഷ്യം തോന്നും. നമ്മൾ ഭയങ്കര ഇതായിട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പിന്നെ പറഞ്ഞാൽ ഇപ്പം അമ്മ തന്നെ ഒരു ഡയലോഗ് അമ്മ ഏത് രീതി പറയുമെന്ന് എനിക്കറിയാം, അമ്മ അത് വൃത്തിയാക്കുമെന്ന് അറിയാം. പക്ഷെ ചില കാര്യങ്ങൾ 2-3 ടേക്കിൽ ഇപ്പം ഇന്നലെ തന്നെ രാവിലെ ഒരു സംഭവം എടുത്തപ്പോൾ ഇത്ര ഡയലോഗുള്ളൂ, ഇത് പറയത്തില്ല. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് പക്ഷെ അത് സൗമ്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ല. അത് എൻ്റെ കുഴപ്പം തന്നെയാണ്. കാരണം പക്ഷെ അതിലൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഖൽബ് എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് എന്നെ ക്യാരക്ടറിനെ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്ന ഒരു സംഭവം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അതൊക്കെ ഉള്ളായിരുന്നു. കാരണം ഞാൻ അവിടെയൊക്കെ സെറ്റിലൊക്കെ ചെല്ലുമ്പോൾ സായിദ് എൻ്റെ ഡയറക്ടർ 10-30 ടേക്കൊക്കെ എടുത്താലും ഐ നോ ഇറ്റ് വിൽ ടേക്ക് ടൈം, ഇങ്ങനെയൊക്കെ സംഭവം കൊള്ളാമല്ലോ. അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് അത് ഇതാവും. അത് ഓക്കെ വർക്കിൻ്റെ കാര്യത്തിലായാലും ഈവൻ പേഴ്സണൽ ലൈഫിലായാൽ തന്നെയും അതുകൊണ്ട് തന്നെ എനിക്ക് സുഹൃത്ത് ബന്ധങ്ങളൊന്നും അത്ര ഇല്ല. അതെനിക്ക് അതെൻ്റെ ഭാഗത്തെ കുഴപ്പം തന്നെയാണ്. ഞാൻ കുറച്ച് മുമ്പേ പറയാൻ തുടങ്ങിയില്ലേ, എന്നോട് എന്നെ ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റുന്നൊരു ക്യാരക്ടറൊന്നും അല്ല എൻ്റെ. ഞാൻ അധികം വാ തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കാരണം ചെറിയ ചെറിയ കാര്യത്തിന് ഇപ്പം താങ്കളിപ്പം ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, അതിൽ താങ്കൾ വിചാരിക്കാത്ത കാര്യത്തിന് ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നില്ല, ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യത്തിന്. അപ്പോൾ ഒരു ഒന്നും കാണൂല. അതൊക്കെ പണ്ടത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. അതാണ് അത് പെട്ടെന്ന് വരുന്നതാണ്. പക്ഷേ അങ്ങനെയാണ്. ഇപ്പം രാവിലെ തന്നെ ഇപ്പം അവിടെ ഒന്നില്ലേ ഒരു ചെറിയൊരു സാധനത്തിന് അത് ആരും കണ്ടില്ല, പക്ഷെ എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. നോട്ടത്തിലുണ്ടല്ലേ എന്തിനായിരുന്നു ആന്റി? ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞു. ഡയലോഗില്ലേ ആ കുട്ടി വരുന്നു എന്ന് പറയുന്നത് ഏത് കുട്ടിന്ന് ചോദിക്കുന്നത്, അതിനായിട്ടാണ് 2-3 ടേക്ക് ഞാൻ കട്ട് ചെയ്ത് പോയത്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ വീഡിയോസിനകത്തൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മറ്റേ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്? ഓൾമോസ്റ്റ് അങ്ങനെ വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ കുറച്ചുകൂടെ ഇതൊക്കെ ആഡ് ചെയ്ത്. ഞാൻ റീസെന്റ് ആയിട്ട് ഒരെണ്ണം കണ്ടായിരുന്നു, മറ്റേ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടേ അമ്മയുടെ അടുത്ത് വന്നിട്ട് മറ്റേ അമ്മ ഒരു സ്ത്രീ ആയിട്ട് ജനിച്ചതിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞുള്ളൊരു വീഡിയോ. അപ്പം അതിന്റെ കണ്ടന്റ് നമ്മൾ റിവ്യൂ അതിനെതിരെയുള്ളൊരു സംഭവമാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ റിയൽ ലൈഫ് ഇങ്ങനെ വന്ന് സംസാരിക്കാറുണ്ട്. റിയൽ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കുടുംബം അവിടെ താമസിക്കുന്ന സമയത്ത് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ അമ്മയും കൊണ്ടാണ് ഞാൻ പോവാ.
കാരണം ആ സമയത്ത് ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ഇല്ലല്ലോ. ഫസ്റ്റ് ഡേ നല്ല ഇടിച്ച് തള്ളി കയറണം. അപ്പൊ ആ സമയത്ത് ഫസ്റ്റ് ഡേയിൽ ലേഡീസിന്റെ അവിടെ ക്യൂ ഇല്ലെന്ന് തന്നെ പറയാം. 2-3 കൊല്ലം പേര് വരും. അപ്പൊ അമ്മയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കുന്നിട്ട് അമ്മ തിരിച്ച് ബസ്സിൽ കയറി പോകും. നമ്മൾ 2 ഇടത്ത് താമസിച്ചിരുന്നു. പിന്നെ തിയേറ്ററിന്റെ അടുത്ത് നമ്മൾ താമസിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ അമ്മയ്ക്ക് സ്ഥിരം ഇത് തന്നെ പണിയായിരുന്നു. അല്ല ദൂരത്ത് അവിടെ ചെന്നിട്ട് വിളിക്കും, അമ്മ പെട്ടെന്നൊന്ന് റെഡി ആയിക്കണം, ഞാൻ ദാ വരുന്നു അങ്ങോട്ട് വന്നിട്ട് എന്നെ ഇതില് വെച്ചോണ്ട് ആക്റ്റീവ് അങ്ങനെ എന്നിട്ട് തിരിച്ച് കൊണ്ടുവിടും. അങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് അങ്ങനെയൊക്കെ അതൊക്കെ റിയൽ ലൈഫിൽ ഉണ്ടായ കാര്യം തന്നെയാണ്. അമ്മയെ കൊണ്ട് സോപ്പ് പിടിപ്പിക്കുന്നതൊക്കെ റിയൽ ലൈഫിൽ തന്നെ ഉള്ളതാണ്. ഈ കൊച്ചിലെ കാർത്തിക് ചേട്ടൻ എങ്ങനെയായിരുന്നു? ഭയങ്കര വഴക്കായിരുന്നോ അതോ ഭയങ്കര പാവമായിരുന്നു? എന്തായിരുന്നു? അയ്യോ ഭയങ്കര പാവമായിരുന്നു. അതാ സംസാരം കേട്ടപ്പോഴേക്ക് മനസ്സിലായി. നല്ല പാവമായിരുന്നു. അയ്യോ എൻ്റെ അമ്മ കെട്ടിയിട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുള്ളതാ, കെട്ടിയിട്ടിട്ടുണ്ട്. ഭയങ്കര കുരുത്തക്കേടായിരുന്നു. അത്രയും കെട്ടിട്ട് അടിക്കാൻ മാത്രം എന്താ ചെയ്തേ? കെട്ടിയിട്ടിട്ടുണ്ട്. അതെന്തിനാ? അടങ്ങിയിരിക്കത്തില്ല. ഇപ്പം ഈ സാധനമൊക്കെ ഇവിടെ ഇരിക്കല്ലേ, ഇതൊന്നും നമ്മുടെ കണ്ണ് തെറ്റിയ ഇതൊക്കെ താഴെ കിടക്കും. എല്ലാ സാധനവും എടുത്ത് അങ്ങ് നശിപ്പിക്കുക. അത് എനിക്കറിയത്തില്ല എന്തുവാന്ന്. ഒരു രീതിയിലും നമുക്ക് അയ്യോ ബസ്സിലൊക്കെ കയറുമ്പോന്നുണ്ട് ഇങ്ങനെയുള്ള ഈ പിടി ഒന്ന് അയച്ചു കഴിഞ്ഞാൽ ഒറ്റ പോക്കാം. അയ്യോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വലുതായി കഴിഞ്ഞുള്ള ഈ കാർത്തിക് ചേട്ടന്റെ ഇപ്പൊ പറഞ്ഞു കുഞ്ഞിനെ ഞാനിങ്ങനെ മുറുക്കി പിടിച്ചാ കൊണ്ടുവന്നത്, കാരണം കൈവിട്ടാ പോയി. ഇപ്പൊ വലുതായി കഴിഞ്ഞപ്പോഴും ആന്റി ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന കാര്യമുണ്ട്. കാരണം പിടിച്ചു വെച്ചില്ലെങ്കിൽ ഇവന്റെ കൈവിട്ട് പോകും. കാരണം ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഭയങ്കര ജെന്യൂനായിട്ട് നിൽക്കുന്ന ആളാ, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അമ്മ പറഞ്ഞു തരാറുണ്ട്. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു ചേട്ടൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന കാര്യമുണ്ടോ? എടാ നീ അത് ചെയ്യണ്ട, നിന്നെ കൊണ്ട് പറ്റത്തില്ല. അല്ല ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയും, അമ്മനെ അത് വേണോ വേണ്ട എന്ന് പറയാം. അല്ലാതെ അങ്ങനെയുള്ള ഒരു പിടിച്ചു വെപ്പൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇപ്പോഴും ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒറ്റ സിനിമയും വിടത്തില്ലല്ലോ, എല്ലാ സിനിമ അതേ ഉള്ളു. അല്ലാതെ വേറെ ഒരു ഇതും ഇല്ല. അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് പിടിച്ചു വെക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു വീഡിയോയുടെ ഒരു കണ്ടന്റിനകത്ത് ആന്റി പറഞ്ഞ കാര്യമാണ്, എടാ എനിക്ക് ആകെ കമ്പനി നീയായിട്ടേ ഉള്ളൂ എന്നൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും റിയൽ ലൈഫിൽ എത്രത്തോളം ശരിയാണ്? അപ്പം ഞാനാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആകെ പറയുന്നത് വലിയച്ഛനോട് സ്വാമിയോട് പറയും. പിന്നെ ഇവനോടാ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നത്. അല്ലാതെ അങ്ങനെയാണ്, ഭയങ്കര കമ്പനിയാണ്. നിങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആണല്ലേ? എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ബോണ്ടിങ് നിങ്ങൾ തമ്മിലാണോ? അമ്മയും ഞാനുമായിട്ട്, അമ്മയും വലിയച്ഛനായിട്ട് ഞാനും അങ്ങനെയൊക്കെ കൂടുതലും കണക്ഷൻ ഉള്ളത്. ഈ സാധാരണ വീട്ടിലിപ്പോ ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും അമ്മമാരൊക്കെ ആണെങ്കിൽ ഈ ചെറിയ കാര്യം ഞങ്ങൾക്ക് ടെൻഷൻ ആകും. നമ്മുടെ അടുത്ത് വന്നു കേട്ടോ അതങ്ങനെയാണോ ഇതങ്ങനെയാണെന്നൊക്കെ അമ്മ അങ്ങനെയൊക്കെ പറയാറുണ്ട്. നല്ല ടെൻഷൻ പാർട്ടിയാണ്. എന്താ മെയിനായിട്ടൊക്കെ ടെൻഷൻ അടിക്കും? ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിക്കും. അതിപ്പം എന്തോ പറയുന്നത്, അത് ബിഗ് ബോസ് ആരെങ്കിലും എലിമിനേറ്റ് ആയി തന്നെ 2 ദിവസത്തേക്ക് ടെൻഷൻ, അങ്ങനത്തെ രീതിയിലുള്ള എല്ലാം റോഡിൽ കൂടെ ഉള്ള ടെൻഷൻ എല്ലാം ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വരുത്തും ആളാണ്. അതെന്താ അങ്ങനെ മെയിനായിട്ട് പറഞ്ഞത്? അല്ലല്ല, ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളായാലും ഇപ്പം ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഈ യൂട്യൂബിലെ കമൻസ് ഒക്കെ നോക്കുമല്ലോ. അപ്പോൾ യൂട്യൂബിലെ കമൻസ് ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് കിട്ടിയാൽ പിന്നെ അമ്മയ്ക്ക് ഭയങ്കര അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് നെഗറ്റീവ് കിട്ടും, അങ്ങനെ നമ്മളത് ചിന്തിക്കണം, അങ്ങനെ ഇതാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവനിട്ടിട്ട് അവൻ്റെ പാട്ടിന് പോയി കാണും. അത് ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര അതിൻ്റെ പേരിൽ പിന്നെ ഇടയ്ക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് അവനിട്ടത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ്. അത് അങ്ങനെയൊക്കെയുള്ള അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആന്റി അത് മെയിൻ ആയിട്ട് എന്തിനാണ് അങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഈ കമന്റ് ഒക്കെ നമ്മൾ വരുന്നതല്ലേ ആന്റി? ഇത്രയും നാളായില്ലേ? ഒരു ഇത് തോന്നും അന്നേരം. എന്താന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല, അത്രേ ഉള്ളു. അല്ലാതെ വലിയ വലുതായിട്ടൊന്നും ഇല്ല, വലിയ സംഭവങ്ങളൊന്നും ഇല്ല. ഇപ്പം ചേട്ടൻ ഒരിക്കൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഞാനൊരു നോർമൽ കണ്ടിന്യൂസ്ലി ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത് ജോബൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് എന്നെ ഒന്ന് വഴിതിരിച്ചു വിട്ടത് അല്ലെങ്കിൽ ഈ ട്രാക്കിലേക്ക് ആക്കിയത് അമ്മ ഒറ്റൊരാളാണ്. അന്ന് അങ്ങനെ തോന്നാൻ എന്താണ് ആന്റി കാരണം? കാരണം കാർത്തിക് ചേട്ടന്റെ ആ ഒരു ലൈഫ് ചേഞ്ച് ആവണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എനിക്കിതായിരുന്നു ഇഷ്ടം. എനിക്ക് ഇവൻ ഡാൻസ് പഠിക്കുന്നത് നിർത്തിയപ്പോഴും എനിക്ക് വിഷമമായിരുന്നു. പിന്നെ 10ാം ക്ലാസ് പരീക്ഷയുടെ സമയത്താണ് നിർത്തിയിട്ട് പിന്നെ അവനെ കണ്ടിന്യൂ ചെയ്യാൻ അവന് താല്പര്യമില്ലാതെ അവനങ്ങ് നിർത്തുമായിരുന്നു. പക്ഷെ എനിക്ക് അന്നും ഇന്നും എന്നും ഇഷ്ടം ഇത് തന്നെയാണ്. അല്ലാതാണെങ്കിൽ എനിക്ക് ഗവൺമെൻറ് ജോലി മേടിച്ച് അങ്ങനൊന്നും ഉള്ള ഒരു ഇതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടം. അന്നും ഇഷ്ടം അത് തന്നെ, ഇന്നും ഇഷ്ടം അത് തന്നെ. അതുകൊണ്ട് ഇപ്പൊ ഈ ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നിയിട്ടുണ്ടോ പക്ഷെ കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ചിന്തിച്ചിട്ടില്ല ഞാൻ. ഓക്കെ അത് പഠിച്ചു,
ഓക്കെ അത്രേ ഉള്ളൂ. പിന്നെ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞു. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മളിപ്പം നമുക്ക് ആരെങ്കിലുമൊക്കെ ലൈഫിൽ കാണുമല്ലോ, എന്തെങ്കിലും ഒരു വിഷമോ അല്ലെങ്കിൽ ഒരു സമയമൊക്കെ വരുമ്പോഴത്തേന് ഓടി ചെല്ലുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് അത് അമ്മയാണോ? ഇപ്പോഴും എനിക്കൊരു വിഷമം വന്നാൽ ഞാൻ ആദ്യം അമ്മയോട് പറയാൻ പോകുന്ന അങ്ങനെ വിഷമങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെയുള്ള ആളുകളൊക്കെ എൻ്റെ ലൈഫിൽ അങ്ങനെ കുറവാണ്. പണ്ടൊക്കെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര നല്ല ഭയങ്കരമായി നമുക്ക് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ടൈം ആകുമ്പോൾ അതൊക്കെ കൊഴിഞ്ഞു പോയി. അതൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ള. കാരണം ചിലരൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ചില കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടേണ്ട ചില കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അവർ പോയി കഴിയുമ്പോൾ പിന്നെ ആ സ്നേഹത്തിനും അത്രയ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ വിഷമങ്ങൾ ഷെയർ ചെയ്യുന്ന ആളല്ല. ഞാൻ അങ്ങനെ എനിക്ക് വിഷമങ്ങൾ ഞാൻ ആരുമായിട്ടും അങ്ങനെ ഷെയർ ചെയ്യാറില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മനസ്സിൽ വെക്കാറേ ഉള്ളൂ. ഹാപ്പിനെസ്സും അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വൈബുള്ള സാധനമാണെങ്കിൽ ചുമ്മാ പോകുന്നവരെയും വിളിച്ച് നമ്മൾ പറയും. അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മളിൽ തന്നെ വെക്കുകയാണ് പറയുന്നത്. പിന്നെ അമ്മയോട് ഡെഫിനറ്റ്ലി വീട്ടിൽ ആദ്യം ഷെയർ ചെയ്യുന്നത് വല്യച്ഛനോടാണ് ആദ്യം ഷെയർ ചെയ്യുന്നത്. വല്യച്ഛനോടാണ് നമ്മൾ കുറച്ചുകൂടി ഇതായിട്ട് ആദ്യം വിളിച്ച് പറയുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഇതുണ്ട് എന്നൊക്കെ പറയുന്നത്. പിന്നെ അമ്മ. ഇപ്പോ ഈ ഒരു സമയത്ത് അമ്മയ്ക്ക് മനസ്സിലാവില്ലേ? ഇപ്പൊ ചേട്ടൻ ചിലപ്പോ വിഷമിച്ചിരിക്കുമായിരിക്കും, പറഞ്ഞില്ലേ പോലും അമ്മ മാത്രം മനസ്സിലാവും. അപ്പൊ പോയി എന്താ പറയും? എന്തൊക്കെ മിണ്ടാനൊക്കെ ചെല്ലൂ? അല്ല, ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോ തന്നെ ഞാൻ ഇങ്ങനെ മുഖത്തോട്ട് നോക്കിട്ട് എന്താ മോനെ, എന്താ വല്ലാണ്ടിരിക്കുന്നല്ലോ, എന്താ ഒന്നുമില്ല. അപ്പോഴേ എനിക്കറിയാം. പിന്നെ അന്നേരം അത് ചിലപ്പോൾ ആണെങ്കിൽ ഫോൺ എടുത്ത് ചിലപ്പം വല്യച്ഛനെ വിളിക്കും, അല്ലെങ്കിൽ ആണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടോ നടക്കും ഇങ്ങോട്ടോ നടക്കും. അന്നേരം അറിയാം എന്തോ എന്തെങ്കിലും കാര്യമുണ്ടെന്ന്. അപ്പൊ പിന്നെ ഇപ്പൊ സിനിമ ചെയ്യാൻ വേണ്ടി നമ്മള് തെലുങ്ക് വരെ പോയി, പക്ഷെ അവിടുന്ന് കുറച്ച് ഇത് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തിരിച്ചു വന്നു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എനിക്ക് ഫാമിലിയിൽ തന്നെ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഫാമിലി തന്നെയാണ്. അത് ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല. അത് കാരണം 95% നമ്മൾ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തൊരു സംഭവമായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ ടുവേർഡ്സ് എൻഡ് ആയപ്പോൾ ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വന്നു. അവർക്ക് കുറച്ചുകൂടെ വേറെ കുറച്ച് കാര്യങ്ങൾ, കാരണം ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിരുന്ന സ്ക്രിപ്റ്റിൽ നിന്ന് കുറച്ച് കാര്യങ്ങളോടൊക്കെ ചില കാര്യങ്ങൾ ഹീറോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ വന്നപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായം, കാരണം ഇത് നമ്മൾ കോൺഫിഡൻസ്, അതിൽ അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ളത് വന്നപ്പോൾ ഹെൽത്തി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ പിന്നെ നിങ്ങൾ തന്നെ ചെയ്യുന്നുള്ള കൺസെപ്റ്റിൽ ഞാനത് അത് കഴിഞ്ഞപ്പോൾ അച്ഛന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനത് വിട്ടിട്ട് വന്നതിലൊരു പരിഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയും വല്യച്ഛനൊക്കെ ഞാൻ ആ പറഞ്ഞ എന്തായാലും എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരു കാര്യം, ഇപ്പം നമ്മുടെ കുഞ്ഞാണല്ലോ നമ്മുടെ സിനിമ, അതിപ്പോൾ ഇനി എത്ര വലിയ സംഭവം, ഇനിയിപ്പോൾ എത്ര വലിയ പൈസ കിട്ടുമെന്ന് പറഞ്ഞാലും ആ കുഞ്ഞ് എൻ്റെ ആയിരിക്കണം. അതിനകത്തിൽ ആരുടെ ആ ഒരു ഇത് വരണ്ട എന്ന രീതിയിലാണ് ഞാൻ ചെയ്തത്. ആ കോൺഫിഡൻസോട് തന്നെ വെച്ചാൽ എനിക്കറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ അതിൽ സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇവരും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. അതിന് കുഴപ്പമില്ല. നമുക്കിനിയായാലും സെറ്റ് ചെയ്തെടുക്കാമല്ലോ. എനിക്ക് തോന്നുന്നു എപ്പോഴും എല്ലാ ഇന്റർവ്യൂസിലും അമ്മയെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ കാർത്തികേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അമ്മ ആണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ ലാസ്റ്റ് എന്നെ ആദ്യം എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും ആ ദിവസത്തിന്റെ അവസാനം എന്തെങ്കിലും ഒരു സൊല്യൂഷനും കൊണ്ട് അമ്മ വന്നിരിക്കും. എനിക്കൊന്ന് കാർത്തിക് ചേട്ടന്റെ ബാക്കി ആര് വിശ്വസിച്ചില്ലെങ്കിൽ നമ്മളാണ് എനിക്കൊന്ന് കാർത്തിക് ചേട്ടന്റെ ഒരു കഴിവിൽ വിശ്വസിക്കേണ്ടത് അല്ലെ? ആ ഒരു വിശ്വാസം അമ്മയ്ക്ക് ഒരുപാടുണ്ടായിരുന്നു അല്ലേ? കാരണം ചേട്ടന്റെ കഴിവില് അല്ലെങ്കിൽ അവൻ ഇന്ന സ്ഥാനത്ത് എത്തും എന്നുള്ളൊരു വിശ്വാസം അമ്മയ്ക്ക് പണ്ടോട്ടേ ഉണ്ടല്ലേ? ഉണ്ട്, അങ്ങനൊരു കാര്യമുണ്ട്. കാരണം ആ വിശ്വാസത്തിൻ്റെ പുറത്തിലാണ് ആക്ച്വലി അമ്മ എന്നോട് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഡെയിലി സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നല്ല വർക്ക് ചെയ്യുന്നുണ്ടിരുന്നപ്പോൾ. അപ്പോൾ ഡെയിലി രാവിലെ സോങ് റെക്കോർഡിങ്, മ്യൂസിക് പ്രോഗ്രാമിങ് ഇതെല്ലാം കഴിയുന്നത് രാത്രിയാവും കിടന്നുറങ്ങുന്നു. പിന്നെ സെയിം മെക്കാനിക്കലി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയാണ് പറഞ്ഞത് ഇതല്ല കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് എന്നെ പുഷ് ചെയ്തു. അത് ആ ഒരു വിശ്വാസം കൊണ്ടാണ്. പക്ഷെ ആ സമയത്ത് ചേട്ടൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു? ഇല്ല, ആ സമയത്ത് അതാണ് എനിക്ക് രസം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ചാൻസ് ചോദിച്ചു നടക്ക്, അഭിനയിക്കാൻ ചാൻസ് ചോദിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികൾ സ്കൂളിൽ വെച്ചിട്ട് പറഞ്ഞില്ലേ നമുക്ക് എഴുതാനും നാടകമൊക്കെ ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം ഇതൊക്കെ കിടപ്പുണ്ട്. അപ്പൊ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് തന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞു. അതാണ്. അപ്പൊ ആന്റിക്ക് എങ്ങനെയാണത് ആ ഒരു തോട്ട് മനസ്സിലേക്ക് വന്നത്? കാരണം ഷോർട്ട് ഫിലിം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഷോർട്ട് ഫിലിം തുടക്കം. അപ്പൊ ഇവനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയാൻ വയ്യ. പക്ഷെ എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് അവന് ഈ ഒരു മേഖലയിൽ ഇങ്ങനെ പോകുന്നതാണ് എനിക്കിഷ്ടം. അതാണ് കാരണം അതിലെ ഡാൻസ് പഠിപ്പിച്ചതും ഒക്കെ ആണെങ്കിൽ ആ ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെ. എൻ്റെ കൂടെ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് എനിക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ നമുക്കൊരു മീഡിയ ഒരു വർക്ക് ചെയ്യണം, നമുക്ക് അതിനകത്ത് സൗണ്ടിലെല്ലാം നിൽക്കത്തക്ക രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിനായിട്ടൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ വീട്ടിൽ വന്നപ്പം അച്ഛനും അമ്മയൊക്കെ ലൈറ്റൊക്കെ പിടിക്കുന്നു, ക്യാമറ ഇതൊക്കെ ചെയ്യുന്നു. അതൊക്കെ അവർക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാരണം അവരെ ഇങ്ങനെ പഠിപ്പിക്കാൻ ജോലിക്ക് വേണ്ടിയിട്ട് വിട്ടേക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ടൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര
അത്ഭുതമൊക്കെ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാർത്തിക് ചേട്ടൻ അമ്മയെ കണ്ടു, പക്ഷേ കാർത്തിക് ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന 2 ആളുകൾ കൂടി ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അവരെയും കൂടെ വിളിച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്താലോ? അപ്പം അച്ഛനെയും വലിയച്ഛനെയും കൂടെ നമുക്ക് വിളിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ കാർത്തിക് ചേട്ടന് ഫുൾ ഫാമിലി ഇപ്പോൾ ദാ എൻ്റെ കൂടെ ഉണ്ട്. അച്ഛൻ, വലിയച്ഛൻ, അമ്മ, ഇപ്പം എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, അച്ഛനെ നോക്കി, അച്ഛനാണെന്ന് വരെ ചെത്തായിട്ട് വന്നേക്കുന്നത്. അച്ഛൻ നോക്കിയപ്പോൾ എല്ലാവരും മറ്റേ വൈറ്റൊക്കെ ഇത് വരുമ്പോൾ ഞാൻ പച്ചയൊക്കെ സ്റ്റൈലായിട്ട് വന്നേക്കുന്നതൊക്കെ ആണോ മക്കള്? അങ്ങനെ ഒരു വിചാരിച്ചിട്ടാണ് ഡ്രസ്സൊക്കെ ഇട്ടെ? ഒരു പച്ചയായ മനുഷ്യൻ ആണോ? ഇവര് മറ്റേ 2 പേരോട് പറഞ്ഞു, അതായത് കാർത്തികേട്ടനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് അമ്മയാണെന്നൊക്കെ. പക്ഷെ അച്ഛന് ചിലപ്പോഴൊക്കെ ചില നീരസമൊക്കെ ഉണ്ട്, ഇത് വേണോ വേണ്ടെന്നൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും? അങ്ങനെ ഇപ്പൊ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇതിലേക്കൊക്കെ വന്നപ്പോ? അല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ലായിരുന്നു. എങ്കിലും അച്ഛന്റെ ആഗ്രഹം എന്തായിരുന്നു? കാർത്തിക് ചേട്ടൻ എന്ത് പൊസിഷനിലേക്ക് വരണമെന്നായിരുന്നു? അല്ല, കലാപരമായ രംഗത്ത് മുന്നോട്ട് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇല്ലാതില്ല. എങ്കിലും കൂടുതൽ അതിനകത്ത് താല്പര്യം കാണിച്ച് മുന്നോട്ട് വന്നത് അയാളുടെ അമ്മ തന്നെ. അമ്മ തന്നെയാണ്. ആ സമയം നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തല്ലേ? സപ്പോർട്ട് ചെയ്തു. ഇവിടെ കാർത്തിക് ചേട്ടന്റെ വീഡിയോസിലൊക്കെ കാണുന്ന ഒരാളുണ്ട്, വലിയച്ഛൻ. വീഡിയോസിൽ കാണുന്ന പോലെ തന്നെയാണ്. കാരണം വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്, എല്ലാത്തിനും കൂട്ടി നിൽക്കുന്നുണ്ട്. ബുദ്ധിപരമായിട്ടും എന്തെങ്കിലുമൊക്കെ ഉപദേശിച്ചു കൊടുക്കാനാണ്, അതൊന്നും ചെയ്യാതെ എല്ലാ കുരുത്തക്കേണ്ടും കൂട്ടി നിൽക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ തന്നെയാണോ അച്ഛ? എന്തെന്നായി പറയുന്നത്? എന്തായി പറയുന്നത്? ഞാൻ ഇതിനായിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഇതെല്ലാം ഇവിടെ ശങ്കറിന്റെ ഏർപ്പാടാ. പിന്നെ ആണോ ആന്റി? പിന്നെ ശങ്കർ തുടങ്ങുന്ന പരിപാടിയിലൊക്കെ ഇങ്ങനെ അത്രേ ഉള്ളൂ. അല്ല, ഞാൻ വീഡിയോസ് കാണുമ്പോൾ എന്നാ നമ്മളൊക്കെ മുതിർന്നവരാണെങ്കിലും മറ്റു ഉപദേശിച്ചു കൊടുക്കും. ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തെ ലാസ്റ്റ് അമ്മ വന്ന് വയ്ക്കും, എന്തുവാടേ ഇത്, അന്നാ നിങ്ങൾക്കെങ്കിലും ഒന്ന് ഉപദേശിച്ചു കൊടുത്തൂടെ എന്നൊക്കെ പലതിനകത്തും അമ്മ ഒന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ശരിക്കും റിയൽ ലൈഫിൽ അങ്ങനെ തന്നെയാണോ ശരിക്കും ഉള്ളപ്പോഴും? അങ്ങനൊന്നും ഇല്ല. ഇല്ല, നല്ല കുട്ടിയാണോ കാർത്തിക് ചേട്ടൻ? ഇതുവരെ അമ്മയ്ക്ക് വെച്ചൊരു നല്ല കുട്ടിയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതെന്താ അവിടെ ഒരു ചെറിയ പ്രശ്നം? അല്ല, എന്റെ വിശ്വാസം അല്ലേ പറയാനൊക്കത്തുള്ളൂ. ഞാൻ എപ്പോഴും ഇരിക്കുന്നില്ലല്ലോ കൂടെ. അപ്പൊ കൂടെ എപ്പോഴും ഇരിക്കുന്നത് അമ്മയും അച്ഛനും അല്ലയോ? അവർക്കല്ലേ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഞാനങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടക്കുന്ന ആളാണ്. അപ്പൊ ചിലപ്പം എനിക്ക് ഞാൻ പറയുമ്പോ അത് ശരിയായ ഒരു തീരുമാനമാകണമെന്നൊന്നുമില്ല. ഇതെങ്ങനെയാണെന്നറിയാം, ഇതിപ്പം പിന്നെ ഒരു 5 ലക്ഷം രൂപയുടെ ഒരു കാര്യം വന്നിരിക്കട്ടെ, അത് ഇവര് തങ്ങൾ തീരുമാനിച്ചിട്ടാണെങ്കിൽ ഒരു 5 രൂപ. അപ്പൊ എന്നോട് പറയുന്നത്, ഞാനന്നേരം ചോദിക്കും, അങ്ങനെ വലിയ സംഭവം ഇല്ല, 5 രൂപ നിസ്സാരമല്ല. അങ്ങനെ ഒരു രീതിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ 2 പേരോടാണ് എന്ത് കാര്യം ഉണ്ടായാലും. കാർത്തിക് ചേട്ടന്റെ എല്ലാത്തിനും കൂടെ നിൽക്കുന്നത് വലിയച്ഛനാണല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ ഇതിന്റെ ഇടയ്ക്കൊക്കെ? അല്ല, 2 പേരോട് വന്ന് സമ്മതിപ്പിച്ച കാര്യമൊക്കെ? പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും നീ അതങ്ങ് ചെയ്യ, അതങ്ങ് പറ, അത് കുഴപ്പമില്ല. നമ്മൾ മനസ്സാവാച കർമ്മ അറിയാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ പറയും. ആക്ച്വലി ഏകദേശം എനിക്ക് തോന്നുന്നു 1 വർഷത്തോളം ആയെന്ന് തോന്നുന്നു ഞങ്ങൾ ഒരു ക്യാമറ ഒരുമിച്ചൊരു ക്യാമറ ഇതായി കാണും. ഞങ്ങൾ ഒരുമിച്ചൊരു ക്യാമറയുടെ 1 വർഷത്തിന് മേലായി ഒരുമിച്ച് വന്നിട്ട്. പിന്നെ അവനൊക്കുമ്പം സ്വാമിക്ക് പറ്റത്തില്ല. അതെന്താ? അവിടെ ഉള്ളപ്പോൾ ചക്കര ഇല്ല, ചക്കര ഉള്ളപ്പോ തവിടെ ഇല്ല, തവിടെ ചക്കര ഉള്ളപ്പോ ഏനക്കരയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഞാനത് അതിനർത്ഥം പറ. എന്താ അതിനർത്ഥം പറ? കേട്ടിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞുതരാം. കാർത്തിക് ചേട്ടൻ സമയമുള്ളപ്പോ ഇതിന്റെ അർത്ഥം പറഞ്ഞ കാർത്തിക് ചേട്ടൻ്റെ അവിടെ ഇരിക്കട്ടെ. അവിടെ ഇത് കേട്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? അച്ഛൻ ഒന്നുകൂടെ പറയാം. അച്ഛനൊന്നും പറയുന്നില്ല. അല്ല, പ്രധാനപ്പെട്ടതാണെങ്കിൽ മാത്രമേ ഒന്നുകൂടെ പറയുന്നുള്ളൂ. അതല്ല, ഞാൻ പറയാം. വന്നത് തമിഴ്, ചക്കര, പിന്നെ ഒരു സാധനം കൂടെ ലാസ്റ്റ് പറയാം. അതെനിക്ക് മനസ്സിലായില്ല. അച്ഛ ഒന്നുകൂടെ ഒറ്റ പ്രാവശ്യം കൂടെ പറയാൻ വൃത്തിയായിട്ട് പറഞ്ഞുതരാം. അത് മാത്രം ഒന്ന് പറഞ്ഞു. ഒറ്റ പ്രാവശ്യം അവിടെ വെക്കുമ്പോ ചക്കരയുള്ളപ്പോ തവിടില്ല, തവിടെ ഉള്ളപ്പോ ചക്കരയില്ല, ചക്കരയും തവിടെ ഉള്ളപ്പോ ഏനക്കരയാണ്. ഒരുപാട് കേട്ടിട്ടുള്ളതല്ലേ? അപ്പൊ ഇത്രയും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ല, അത് റിയൽ ലൈഫിൽ ഞാൻ പറഞ്ഞു തന്നാ മതിയോ? റിയൽ ലൈഫിലല്ലേ ഈ സാധനം ഒരുപാട് കേട്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? പറഞ്ഞെങ്കിലും ഈ പഴഞ്ഞ അത് ചക്കര ഉള്ളപ്പോ തവിടില്ല, തവിടുള്ളപ്പോ ചക്കരയില്ല. ഇത് രണ്ടും ഉള്ളപ്പോ ഞാൻ അക്കരയിലുമാണ്. എന്താ പറഞ്ഞത്? അല്ല, അക്കരയിലാണത്. അല്ലേ അല്ലേ അല്ലേ? അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ചേട്ടനുള്ളപ്പോ വലിയച്ഛനും കാണത്തില്ല,
യജ്ഞാചാര്യനാണ് ഈ സപ്താഹം അങ്ങനെയൊക്കെയുള്ള ഒരു യജ്ഞാചാര്യനാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് യജ്ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ വരികയും അങ്ങനെ പോവുകയും ചെയ്യും. അപ്പൊ ആ ടൈമിംഗ് ഒക്കെ അപ്പൊ അത് നമ്മുടെ ടൈമിങ്ങിനല്ലല്ലോ. ഇപ്പോൾ 7 ദിവസമാണ് നോർമലി സപ്താഹത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അടുത്തത് അത് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി കാണും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങി ഇല്ലേ. അത് സപ്താഹം മാത്രമാണ് 7 ദിവസം കൊണ്ട് തീരും. ചിലത് ശിവപുരാണമാണെന്നുണ്ടെങ്കിൽ 11 ദിവസം വേണം, അതങ്ങനെ വേണം. ദേവി ഭാഗവതം ഉണ്ട്, അതാണെന്നുണ്ടെങ്കിൽ 9 ദിവസം വേണം. അങ്ങനെയൊക്കെ ആയി പരിപാടി പോകും. വെല്ലിശം പണ്ട് കൊച്ചിങ്കനീവ സാറിന്റെ ഒക്കെ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ നിന്ന ആളല്ലേ? കുറെ കാലം നിന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു ഇതൊക്കെ വിട്ടിട്ട്? അത് എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല മാനസികമായിട്ടേ. ഈ ആൾക്കാര് ഈ അത്തരം ആൾക്കാരല്ല. നമ്മളുടെ ഒരു മാനസികമായ ഒരു ഇതനുസരിച്ച് നമുക്ക് ചേർന്ന് പോകാൻ പറ്റിയ ആൾക്കാർ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ മണ്ഡലിന്റെ പടമൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം അത് മുക്കാലാകാതെ ഞാനീ പോന്നു. അയ്യോ, ഇപ്പൊ വലിയ ഡയറക്ടറൊക്കെ ആയി നിൽക്കേണ്ട ആളായിരുന്നല്ലേ? ഓ, അതിപ്പോ ഡയറക്ടർ ആയാലും തോന്നാ അതൊന്നും അങ്ങനൊന്നും പറയരുത്. കാർത്തിക് ചേട്ടൻ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ല, അത് എന്റെ കാര്യമല്ലേ. അല്ല, കാർത്തിക് ചേട്ടൻ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തിനാ അന്ന് വന്നത്, ഇന്ന് ഫേമസ് ഡയറക്ടർ ഒക്കെ ആവായിരുന്നല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം അങ്ങനെ വല്ലതും ആയിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ജാട സഹിക്കാം. അതുകൂടെ വല്ലതും ആയിരുന്നെങ്കിൽ മുമ്പേ കാർത്തിക് ചേട്ടനെ സപ്പോർട്ട് ചെയ്തല്ല സംസാരിച്ചു, ഇപ്പൊ തിരിച്ചു പറഞ്ഞ കണ്ടോ? എന്താണ് എന്താ പറയാ, അടുത്ത പഴഞ്ചൊല്ലി എടുത്തിട്ട് വേണ്ട. എല്ലാം ഇവർക്കൊക്കെ ഇവര് കൊച്ചു പിള്ളേരല്ലേ, അപ്പൊ അവർക്ക് എത്തത്തില്ല. ഞാൻ കളവനാ അല്ല, പറയുന്ന ഒരാളിനോടല്ലയോ. അല്ല, എനിക്ക് മനസ്സിലാവും. അവരോട് പറയണ്ട. ശരി. ഇപ്പൊ വീഡിയോസിലൊക്കെ അന്ന് ഇപ്പൊ കുറച്ചുനാൾ സ്പിരിച്വൽ വേയിലാണല്ലോ, അന്ന് ഇതിന്റെ ക്രിയേറ്റീവായിട്ടൊക്കെ നിന്ന ആളല്ലേ. അപ്പൊ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഐഡിയാസ് ഒക്കെ പറഞ്ഞു തരുമോ? വലിയ അങ്ങനെ സജഷൻസ് ഇതൊക്കെ പറഞ്ഞു തരും. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗിലല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. പിന്നെ അല്ലാതെ തീമൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ വല്യച്ഛൻ ഒരുപാട് വായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പഴയ ചെറിയ രസകരമായിട്ടുള്ള കഥകളൊക്കെ പറയും. അങ്ങനെ അതിൽ നിന്നൊക്കെ ഇങ്ങനെ നമുക്ക് ഇൻസ്പയർ ചെയ്ത് ചെയ്യാടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുകയും ചെയ്യും. എനിക്ക് വല്യച്ഛന്റെ കഥകൾ പറയുന്നത് കേൾക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് വല്യച്ഛൻ കഥകൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇടയ്ക്ക് 2-3 വീഡിയോസ് ഒക്കെ ഇട്ടായിരുന്നു. പിന്നെ വല്യച്ഛന് തിരക്കായപ്പോ പിന്നെ അത് വിട്ടു. അച്ഛൻ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ടോ കഥകളൊക്കെ? കോൺസെപ്റ്റ് ഒക്കെ പറയാറുണ്ടോ? അതൊക്കെ സ്വീകരിക്കാറുണ്ടോ അച്ഛാ? ചിലതൊക്കെ. ബാക്കി എന്ത് പറയും? മോനാണെങ്കിലേ ഇവര് തങ്ങളിൽ സംസാരിക്കുന്നതാണെങ്കിൽ അവന് മനസ്സിലാവും പെട്ടെന്ന്. ഇവര് തമ്മിൽ ഇത് അദ്ദേഹം അണ്ണൻ സംസാരിക്കുമ്പോണ്ടല്ലോ വളരെ ചതുര വടിവിലൊക്കെ സംസാരിക്കും. അപ്പൊ ഇവരുണ്ടല്ലോ പെട്ടെന്ന് എഴുന്നേറ്റ് ഇപ്പൊ തന്നെ സംസാരിച്ചപ്പോ കണ്ടില്ലേ, മോന് അങ്ങനെ ഒരു കലാപരമായി ഞാൻ തുടങ്ങുമ്പോഴെഴുന്നേക്കും. പിന്നെ ആവട്ടെ, ഞാൻ അടുത്ത ആഴ്ച വരാമെന്ന്. അവാർഡ് സിനിമ പോലാണ്. അങ്ങനെ ആയിരിക്കും അറിയാവുന്നത്. അല്ല, നമ്മൾ സംസാരിക്കുമ്പോഴോ കുറച്ചുകൂടെ ഒക്കെ വിശദീകരിക്കാൻ തുടങ്ങും. ഈ ഉപമ പറയുന്നതാണ് സഹിക്കാൻ വയ്യാതെ. രണ്ട് ഇതാണ്. ഒന്ന് ഇപ്പൊ ഇദ്ദേഹം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ സംസാരിക്കും. ഇവിടെ ഡീറ്റെയിലിങ്ങിന്റെ അങ്ങ് കാരണം ഇപ്പൊ ഞാന് ഇവിടുന്ന് കൊച്ചി വരെ പോയി എന്ന് പറയുന്നതിന് ഞാൻ ഇവിടുന്ന് ആ കാറ് വിളിച്ചടാ. അപ്പൊ ആ കാറ് വിളിച്ചു മാരുതി സുസുക്കിയുടെ ആയിരുന്നേ. അപ്പോൾ സുസുക്കിക്ക് ഇപ്പൊ നല്ല ഇതാണല്ലേ. അപ്പൊ അതിൽ ഏതായിരുന്നു, ക്രെറ്റയാണെന്ന് തോന്നുന്നു. അതിനാണെങ്കിൽ ആ നല്ല ഒക്കോമയുടെ 4 ടയർ ഉണ്ടായിരുന്നു. ഇവിടുന്ന് കൊച്ചി വരെ പോയെന്ന് പറയുന്നതിനാണ്. ഇത് എത്ര തവണ ഉരുണ്ട് കാണുമെന്നെന്തോ അറിയത്തില്ല, ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്യും. അപ്പൊ ഇതിന് രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സംഭാഷണം ഞങ്ങൾക്കിടയിലുള്ളത്. അല്ല, അതുകൊണ്ട് വേറൊരു ഗുണം കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടുകളിലോ അല്ല അതുപോലുള്ള ഫംഗ്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോയാലേ അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് അപരിചിതരായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇവരെ എങ്ങനെ സംസാരിക്കും, ഇവർക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത്, എങ്ങനെ സംസാരിക്കും ഇവരോട് എന്ന് പറഞ്ഞ് ഇപ്പോൾ കലാദേവി കൂടെ ഉണ്ട്, ഒന്നും പേടിക്കണം. അതിനെ അങ്ങോട്ട് കയറ്റി വിട്ടാൽ മതി, ക്ലിയർ ആയിരിക്കും. ഈ ഇതൊക്കെ എവിടുന്ന് വരുന്നു എന്നറിയത്തില്ല ഈ വിഷയങ്ങൾ സംസാരിക്കുന്ന വിഷയം. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് അവിടം വരെ പോകുന്ന ഒരു കാര്യമുള്ളായിരിക്കും. പക്ഷെ അമ്മ ഇങ്ങനെ വിഷയങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ എസ്സേയാക്കി ചെയ്യാൻ. ക്രിക്കറ്റിന്റെ കാര്യം ഒന്നും അറിയത്തില്ല, പക്ഷെ ക്രിക്കറ്റിന്റെ കാര്യമുള്ള സംസാരിച്ചാലും അതിന് ഇടയിൽ കയറി അത് കണ്ടായിരുന്നു, ഞങ്ങൾ ഇന്നത് കണ്ടായിരുന്നു,
അത് 1 മണിക്കൂർ അതങ്ങ് എടുക്കും. ആളെ മറ്റേ വിജയ് സൂപ്പർ പവറിന് ഇന്ന് ആരുടെ കളിയാ അമേരിക്കയുടെ അങ്ങനെയൊക്കെ സംസാരിക്കോ? ഒട്ടും സംശയമില്ല. ഇതൊക്കെ എങ്ങനെ അറിയാം, ആ വിഷയത്തിലേക്ക് കടന്ന് സംസാരിക്കും. അതിനൊന്നും മടിയൊന്നുമില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞു വെച്ചാ നമുക്കൊരാളിനോട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് എന്തുകൊണ്ട് സുഖമായിട്ട് ഇതിനപ്പുറത്ത് പിന്നെ ഒന്നും വരുന്നില്ല. എന്ത് ചെയ്യും, ഇപ്പം ഇത് എന്തോ പഠിക്കുന്നത്, മോളെന്ത് ചെയ്യുന്നു, പിന്നെ ഇത് ഇപ്പം എത്ര വയസ്സുണ്ട്, എന്തോ അതിനേതാ ഇഷ്ടം, കളികളൊക്കെ താല്പര്യം, അങ്ങ് തുടങ്ങും. എവിടെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, അത് ആ സ്കൂളിനടുത്ത് വേറൊരു സ്കൂളുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് സംസാരിക്കും. അപ്പൊ അത് ചിലപ്പോൾ മോനെ പഠിക്കത്തില്ല. കാര്യം പറയുന്നു. പക്ഷെ സ്വാമി അങ്ങനല്ല. സ്വാമി ഈ മോന്റെ ആ ഒരു ക്യാരക്ടർ കൊണ്ട് 1-2 കാര്യം പറഞ്ഞു അത്രേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ ചോദിച്ചാലും അതേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ ഇന്ന സമയം ഞാൻ ഒന്നും ചോദിക്കത്തില്ല. സ്വാമിയോട് ഞാൻ എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചു പോയാൽ ഉടനെ പറയും, അലമാരിയിലെ ഇന്ന സ്ഥാനത്ത് ഇന്ന ഒരു പുസ്തകം ഇരിപ്പുണ്ട്, അതിങ്ങ് എടുത്തോണ്ട് വരും. അപ്പോൾ ഈ പുസ്തകം എടുത്തുകൊണ്ട് വരുന്നതല്ല പ്രശ്നം, ഇത് പിന്നെ നമ്മളിരുന്ന് വായിക്കണം, ഇന്ന വരിയിൽ ഇന്ന ഭാഗത്തുണ്ടെന്ന് പറയും. കുഴഞ്ഞ പണി. അതുകൊണ്ട് ഞാൻ സംശയം ചോദിക്കാനേ പോകത്തില്ല. കൃത്യമായിട്ട് ഏത് ഇപ്പം എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ ഇന്നതിനകത്തിലെ ഇന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പറയും. അത് അമ്മയും കുട്ടാച്ചനും ചോദിക്കുമ്പോൾ അങ്ങനെ രണ്ടുപേരും ചോദിക്കുമ്പോൾ ഇങ്ങനെ അതെടുത്ത് നോക്കാൻ പറയും. ഞാൻ ചോദിക്കുമ്പോഴേ പിന്നെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരത്തുള്ളൂ. ഇത് മറ്റേ ഇവർ തമ്മിലുള്ള വേവ് ലെങ്ത് അങ്ങോട്ട് കറക്റ്റ് ആവാത്തുള്ളൂ. നിങ്ങൾ തമ്മിലുള്ള വേവ് ലെങ്ത് ഒന്നും കറക്റ്റ് അല്ലേ? അതെന്താ അച്ഛാ? അല്ലാതെ ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ളതായിരിക്കുന്ന മാനസികമായിട്ടുള്ള ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതുമായിട്ടൊരു ബന്ധം കാണും. അതെല്ലാവർക്കും നമ്മൾ വിചാരിക്കുന്ന ഒരു പരുവത്തിനായിരിക്കത്തില്ല. അപ്പോൾ ഇവർ കാണുന്നുണ്ടെങ്കിൽ വേറെ 100 കൂട്ടം കാര്യങ്ങൾ കാണും. അപ്പോൾ അതനുസരിച്ചായിരിക്കും അവരുടേതായിട്ടുള്ള ഇത്. നമ്മുടെ വേറൊരു രീതിയായിരിക്കും. തന്നെയല്ല, ഇവന് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലയോ, കാരണം അതിന്റെ ഒരു ഇത് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് പരത്തി വളച്ച് ഓടിച്ച് പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാവും. അതല്ലേലും മലയാളം അങ്ങനെ തന്നെ. ഇപ്പം ശങ്കരഹ സംസ്കൃതത്തിൽ അത് പിന്നെ മലയാളത്തിലാവുമ്പം ശങ്കരൻ എന്ന് പറയും. അത് പരത്തും, അടിച്ച് പരത്തും. ഇവർ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ഇംഗ്ലീഷുകാരാണെന്നുണ്ടെങ്കിൽ അത് കൂർപ്പിക്കും, ചെത്തി കൂർപ്പിക്കും, ശങ്കർ. അത് കൊള്ളാം. ഇവരിങ്ങനെ വീട്ടിൽ നിങ്ങളെ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് ആക്കാറൊക്കെ ഉണ്ടോ, കളിയാക്കാറൊക്കെ ഉണ്ടോ രണ്ടുപേരോട് ചേർന്ന്? അങ്ങനൊന്നും ഇല്ല. പിന്നെ ചിലപ്പോ ഇവര് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഇവിടെ സപ്പോർട്ട് ചെയ്യും, കൂടെ നിന്നോണ്ട് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയുണ്ട്. അപ്പൊ കൊച്ചിലെ തൊട്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് വല്യച്ഛനാണല്ലേ? സപ്പോർട്ടാ. ഇവര് മറ്റേ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴേ മെയിനായിട്ട് വഴക്കൊല്ലം ഇടാറുണ്ടോ? കാരണം ഇങ്ങനെ നമ്മൾ മുമ്പേ സംസാരിച്ചില്ലേ, അമ്മയോട് പറയാറുണ്ട് മറ്റേ അടങ്ങിയിരി അല്ലെങ്കിൽ ഇതാണെങ്കിൽ എന്താ പറയാ, നമ്മള് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ എനിക്കങ്ങ് ഭയങ്കര വെപ്രാളോ, ഒരുങ്ങിയിരിക്കണം എന്ന്. അപ്പൊ ഇവൻ എങ്ങനെയാ പറയുന്നത്, രാവിലെ പറയും ഷൂട്ടുണ്ടേ എന്ന് പറയും, അല്ലെങ്കിൽ രാത്രി പറയും ഷൂട്ടുണ്ടേ. നേരത്തെ ഒന്നും പറയത്തില്ല, ഒന്നും പറയത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, തലേന്ന് മാത്രമായിരിക്കും ഷൂട്ടുണ്ടെന്ന്. അപ്പൊ നമുക്ക് ഇത് ഷൂട്ടിന് മാത്രം പറയല്ലോ, അടുക്കളയിലെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ, എല്ലാം ചെയ്യണമുണ്ട്. അപ്പൊ അന്നേരം രാവിലെ ഷൂട്ടുണ്ട്. അപ്പൊ ഞാൻ വെളുപ്പിന് എണീറ്റ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴും വന്നിട്ടുണ്ടല്ലോ ഈ തമിഴില് കുറെ ഡയറക്ടർമാരുണ്ടല്ലോ, പാണ്ഡ്യരാജ്, പിന്നെ അങ്ങേരുടെ മൂത്താള്, അവരുടെയൊക്കെ ഒരു രീതിയുണ്ട്. അവരാരും എഴുതത്തില്ല, ഒരു സ്ക്രിപ്റ്റും ഒന്നും എഴുതത്തില്ല. അവരുടെ മനസ്സിനകത്ത് അത് റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കും. എന്നിട്ട് സമയത്തായിരിക്കും ഇത് പറയുന്നത്. അപ്പം ആ സമയത്ത് പറയുന്ന സാധനത്തിനെ വേണം പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ. അപ്പം അന്നേരം അങ്ങനെ ഇവൻ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറയും ഒന്ന് റെഡിയാവാം എന്നും പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇത് വരും. പക്ഷെ ഇവർ രണ്ടുപേരും ഈ പറയുമ്പോണ്ടല്ലോ എനിക്കങ്ങ് കുശുമ്പ് തോന്നുന്നു. കാരണം ഇവര് പെട്ടെന്ന് പറഞ്ഞ് തീരും. കാരണം ഞാൻ അന്നേരം വന്നെങ്കിൽ ഇവർക്കൊന്ന് തെറ്റിയിരുന്നെങ്കിൽ, ഇവർക്കൊന്നും തെറ്റുമ്പോണ്ടല്ലോ എനിക്ക് എന്ത് സന്തോഷം. ഇവർക്കും തെറ്റാറൊക്കെ ഉണ്ടോ? പിന്നെ തെറ്റും, അങ്ങനെ തെറ്റുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം. കാണിക്കാൻ പറ്റുമോ? കാണിക്കാന്നെങ്കിൽ അവൻ നോക്കി പഠിപ്പിക്കത്തില്ലയോ? അങ്ങനെ തെറ്റൊന്നും അല്ല. ഒരു സാധനം, ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കും പറയുന്നത്. അപ്പം അതിന് നമ്മുടേതായ ഒരു ഐഡിയ വേണം. ഒരു പറയുന്നതിനുള്ള സെൻറ്റൻസ് കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും അതിൻ്റേതായിട്ടുള്ള ചില വ്യത്യാസം കാണും.
അതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും. ചില മോഡുലേഷൻസ് ഒക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഇങ്ങനെയല്ല ഇങ്ങനെയെന്നൊക്കെ അതിൽ നിന്ന് മാറി വരാൻ അന്ന് അലൈൻഡ് ആവാനുള്ള ടൈം ഇവിടെ എടുക്കത്തുള്ളൂ. അങ്ങനെയല്ല. പക്ഷെ അവിടെ പിന്നെ അവിടെ പിന്നെ ഒരുത്തരുണ്ട് ഇപ്പോഴും അതാണ് നമ്മളെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് 3 പേരുടെ കാര്യം ചെയ്യട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കഴിവുകളുള്ളൊരു കാർത്തിക് ചേട്ടനെ അറിയാം. ഡയറക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, നടനാണ്, എല്ലാം ഉണ്ട്. ഇതിലേതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടം? കാരണം ഒരു പടി മുമ്പിൽ നിൽക്കുന്ന ഒരു സംഭവം കാണുമല്ലോ. എനിക്ക് അഭിനയിക്കുന്നതാണ് ഇഷ്ടം. അഭിനയിക്കുന്നതാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ് ഇഷ്ടം? കാരണം ഇത്ര ഈ സൗന്ദര്യം വഴിഞ്ഞൊഴുകി സൗന്ദര്യമുള്ളവർക്ക് അഭിനയിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല, ഞാൻ മറ്റേ മകനെന്ന രീതിയിൽ, അമ്മയുടെ മകനെന്ന രീതിയിലാണ് സംസാരിച്ചത്, വേറൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. പറഞ്ഞു. അത് എനിക്ക് അഭിനയിക്കുന്നതാ ഇഷ്ടം. എനിക്ക് അതാണ് ഇഷ്ടം. എന്തോ എനിക്കിഷ്ടം. പിന്നെ ഡാൻസ് കളിക്കുന്ന ഇഷ്ടമാണ്. അത് അവനോട് പറയുകയോ ചെയ്യരുത്, മിണ്ടുകയോ ചെയ്യരുത്. അത് പിന്നെ പാട്ട് പാടുന്നതും ഒക്കെ ഇഷ്ടമാണ്. പാട്ടൊക്കെ പാടും അല്ലേ? പാട്ട് പാടുന്നത് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ പാട്ട് പാടും എന്നാണ് പറഞ്ഞത്. ലോകത്ത് ഇന്നവരെ പാടാത്ത ആരെങ്കിലും കാണുമോ? ചുമ്മാ പാട്ട് പാടും. പാട്ട് പാടുക എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ കുറെ കഷ്ടപ്പെട്ടതാ. പാട്ട് പാടാന് വയലിന് ഉണ്ട കുറച്ചൊക്കെ, അതായത് ഒരുപാട് സാധനത്തിന് വയലിൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഗിറ്റാർ നല്ലപോലെ വായിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് എനിക്ക് അഭിനയിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. ഞാൻ ഗിറ്റാർ ചെറുപ്പത്തിൽ നല്ലപോലെ വായിക്കുമായിരുന്നു, അതുകൊണ്ട് ഞാൻ അഭിനയിക്കുന്നത് ഇഷ്ടം. അറിയോ, ഗിറ്റാർ നല്ലോണം അറിയാവുന്ന ആളായതുകൊണ്ടാ. ആന്റി എന്റെ സൈഡിൽ വന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നത്. എനിക്കറിയാൻ പാടില്ല. ഞാനാണ് വാങ്ങിച്ചോണ്ട്. ഇവരെ ഇപ്പൊ അങ്ങ് പോവും. ഓർത്തോ? ഇനി വല്യച്ഛന്റെ ഇഷ്ടം പറഞ്ഞു. വെള്ളിച്ചൻ എന്താ കാർത്തിക് ചേട്ടന് ഇഷ്ടമുള്ളത്? അഭിനയിക്കുന്നതാണോ? അഭിനയവും ഡയറക്ഷനും ഏതാണോ യുക്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതിനോട് എനിക്ക് താല്പര്യം. ഏതാണോ യുക്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നത്, അതാ ചോദിച്ചത്. അത് ഏതാണോ യുക്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. ഒരു എന്താ പറയുക, എന്റെ വർക്കിനകത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ വലിയച്ഛനായിട്ടല്ല ചോദിക്കുന്നത്. അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ എനിക്കിപ്പോ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ എന്തെങ്കിലും പറഞ്ഞു വന്ന് ഞാൻ അഭിനയിക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ അഭിനയിച്ചപ്പോ ആസ് എ ഡയറക്ടർ ആണോ നമ്മള് നല്ലതായിട്ടുള്ളത്, അത് ആക്ടറാണോ, അല്ലാതെ ഏതിൽ വരണമെന്നാണ് ആസ് എ വല്യച്ഛൻ? എല്ലാം കൊള്ളാം, എല്ലാം കൊള്ളാം. ഇല്ല, തിരക്കേടില്ല. ജീവിച്ചു നോക്കുള്ളൂ അല്ലേ? അല്ലെ ഇപ്പൊ ബാലചന്ദ്രനെ പോലെ എല്ലാ രീതിയിലും അങ്ങനെ വരാമെന്നൊക്കെ ചിലപ്പം മനസ്സിലുണ്ടെന്നുണ്ടെന്ന് നമുക്ക് അറിയാനൊക്കെ. അതെ, പുകഴ്ത്താനാ പറഞ്ഞ, ഏറി കയറ്റാനല്ല. ജസ്റ്റ് പൊക്കാനേ പറഞ്ഞുള്ളൂ, ഏറി കയറ്റാൻ ഞാൻ പറഞ്ഞില്ല. അല്ല, അത് ഞാൻ കുറച്ച് അത്രേ ഉള്ളൂ. എല്ലാം കൊള്ളാം, സമ്മതിച്ചു. അച്ഛൻ പറ. ഇതിനിടയ്ക്ക് പറയട്ടെ, അപ്പൊ സ്വാമി ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, അഭിനയം. അതിവിടെ വലിയ വിഷയമാണ്. സ്വാമിയോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചാൽ ഞങ്ങൾ സംസാരിക്കും. മലയാളം ഈ അഭിനയം, ഭാര്യ, എനിക്ക് പ്രശ്നമുണ്ട് കേട്ടോ. അതല്ലേലും നിങ്ങൾക്ക് ഈ പുതിയ പിള്ളേർക്ക് എല്ലാവർക്കും ഉള്ളതാ. പുതിയതോ? ക്ലാവ് പിടിച്ചോ? ആശ്രമം ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോ വിഷയം. എനിക്ക് കുറച്ച് പ്രശ്നമാണ്. അപ്പൊ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചേ സംസാരിക്കത്തുള്ളൂ, അതേ കയറി പിടിക്കും. പിന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ മോന്റെ കാര്യത്തിൽ ഡയറക്ഷനും എനിക്ക് വലിയ താല്പര്യമാണ്, ആക്ടിങ് ഇഷ്ടമാണ്. രണ്ടും രണ്ടും നന്നായിട്ട്. അപ്പൊ കാർത്തിക് ചേട്ടൻ എങ്ങോട്ടേക്കാണ് ഫ്യൂച്ചർ പ്ലാൻസ്? എവിടെ വന്ന് ഫ്യൂച്ചർ പ്ലാൻസ്? ഇപ്പം കുറെ പ്രോജക്ട്സ് അഭിനയിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ആ പ്രോജക്ട്സ് എല്ലാം തീർത്തിട്ട് പിന്നീട് ഡയറക്ഷൻ പരിപാടികളൊക്കെ ഡയറക്ഷൻ പരിപാടി തന്നെയാണ് പിന്നീട് കടക്കാനായിട്ട് ഇരിക്കുന്നത്. പക്ഷെ ബട്ട് ഇപ്പോ കുറെ ഓപ്പർച്യൂണിറ്റീസ് ആക്ട് ചെയ്യാനായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് എപ്പോഴേക്കും ഡയറക്ഷൻ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ വന്നപ്പം ഇങ്ങനെ വെല്ലിച്ചൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് പുതിയ പിള്ളേർന്ന്, അതെന്റെ ഉദ്ദേശമാണ് കേട്ടോ. ബാക്കി അത് ക്ലാവ് പിടിക്കാറായെന്നാണ് വെല്ലിച്ച് ഉദ്ദേശിച്ചത്. അപ്പം എന്നാണ് ഇത്രയൊക്കെ ആയി, എന്നാണ് നമ്മുടെ കാർത്തിക് ചേട്ടന്റെ കല്യാണം? ഒരുപാട് ഫാൻസുകാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പെമ്പിള്ളേരെ കണ്ടുവച്ചിട്ടുണ്ടോ? ഞാനോ? ഞാൻ ഇന്നാണ് വരുന്നത്. അത് പെമ്പിള്ളേരെല്ലാം കണ്ടുപിടിക്കണ്ടേ? തോന്നിയോ? എന്നെ അല്ല വെല്ലിച്ച പറ, കാർത്തിക് ചേട്ടന്റെ കല്യാണം നടത്തണ്ടേ?
എനിക്ക് നിർബന്ധമില്ല. നിർബന്ധമൊന്നുമില്ല. വെല്ലിച്ചന്റെ പാതയെ കൊണ്ടുപോകാനാണോ? അതാ നല്ലത്. മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കണമല്ലേ. ആണോ? അതെന്താ വിളിച്ച കല്യാണം കഴിഞ്ഞവർക്ക് ജീവിക്കാൻ പറ്റില്ല? കല്യാണം കഴിഞ്ഞവർക്കും ജീവിക്കാം, ജീവിക്കുന്ന എല്ലാവർക്കും ജീവിക്കാം. പക്ഷേ സമാധാനമായിട്ട് ബാച്ചിലർ ലിവ്സ് ലൈക്ക് എ കിങ്. സൂപ്പർ സൂപ്പർ പ്രമാദം അവർക്ക്. അങ്ങനല്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. ഇത് മാത്രം ഞാൻ കേട്ടിട്ടില്ല. ഡൈസ് ലൈക്ക് എ ബെഗർ എന്നാ. ഈ മരണസമയത്ത് എങ്ങനെങ്കിലും എവിടെയെങ്കിലും കിടന്നിയാവും, അത്രേ ഉള്ളൂ. But lives like a king, right? പക്ഷെ ജീവിക്കുന്ന ഒരു രാജാവിനെ പോലെ ജീവിക്കാം. അത് മതിയെന്ന് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ല ഇത് ഇരിച്ചു മതിയോ? ബാച്ചിലർ ആണ് തിരിയോ? ലീവ്സ് ലൈക്ക് എ ബെഗർ അങ്ങനെ ആവോ? പിന്നല്ലാതെ ഒരു സംസാരി എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? ഓക്കെ ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ എന്നാ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം പറ. വലിയച്ഛന്റെ ആഗ്രഹം പറഞ്ഞ എന്തായാലും കുഴപ്പമില്ല. എനിക്ക് കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം. ആണല്ലേ? ഒരു മരുമോള് വരാൻ പോകുന്നൊരു മരുമോളിൽ 1-2 ഗുണങ്ങൾ പറ. ഇനി എന്റെ മരുമോൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതുണ്ട്. എനിക്ക് അങ്ങനൊന്നുമില്ല. പെണ്ണ് കിട്ടിയാ മതിന്നല്ലേ? അല്ല, കാർത്തികേട്ടൻ മറ്റേ സിനിമയ്ക്ക് പറഞ്ഞ ഇപ്പൊ കിട്ടുന്നുള്ള അവസ്ഥയിലാണോ? അവരെങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്, അതാണ് നമ്മുടെ സന്തോഷം. ആണല്ലേ? കാർത്തികേട്ടന് മനസ്സിലെന്താ? നീ സന്തോഷമായിട്ട് ജീവിച്ചില്ലെങ്കിൽ സന്തോഷമാക്കി ജീവിപ്പിക്കും. അതിന് അങ്ങനെ വരത്തുള്ളൂ. അമ്മ അത് സ്ട്രോങ് ആയിട്ട് എടുക്കും. കാർത്തികേട്ടൻ മനസ്സിലെങ്ങനെ? എനിക്ക് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് പോലില്ല. എത്രയായിട്ട് ചിന്തിച്ചില്ല? ഇല്ല. മറ്റേ ഈ ഇടയ്ക്ക് ഉണ്ണിമൂന്തൻ പറയത്തില്ലേ, മറ്റേ ഒരു പ്രായത്തിൽ സിംഗിൾ എന്നൊക്കെ കേൾക്കാൻ രസമുണ്ട്, ഈ പ്രായത്തിൽ അത് അത്ര നല്ലതല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. ചിന്തിച്ചപ്പോഴൊക്കെ തകർച്ചകളാണ് നേരിട്ടത്, പിന്നെ ചിന്തിച്ചിട്ടില്ല. ആ സമയത്ത് ഫാമിലി കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇല്ല അമ്മ? അമ്മ എന്ത് പറഞ്ഞു ആ സമയത്ത്? അതുകൊണ്ട് നമ്മൾ ആ വിഷയം വിട്ടു. അപ്പൊ എന്തായാലും നമ്മൾ കല്യാണം കഴിപ്പിക്കും. അത് ഉടനെ കാണും. അങ്ങനൊന്നും എനിക്ക് അറിയില്ല. അവന്റെ ചോയ്സ് അങ്ങനെ തന്നെ ആവട്ടെ. അപ്പം എന്തായാലും ഇത്രയും നേരം ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാനും കാർത്തിക് ചേട്ടനും അമ്മയും കൂടി ഇരുന്നപ്പോൾ ഭയങ്കര വൈബായിരുന്നു. പക്ഷേ വലിയച്ഛനും അച്ഛനോട് വന്നപ്പോഴത്തേന് വേറെ ലെവലായി. നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെയാണല്ലേ. ഇവർ രണ്ടുപേരോടെ ചേരുമ്പോഴത്തേന് ഇങ്ങനെ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ ഇപ്പോഴത്തെ മറ്റേ കയ്യെ പിടിക്കുന്നു. ഭയങ്കര സംഭവം അല്ലേ? ഇതാണ് ഇവര് ചെറിയ ചെറിയ കാര്യങ്ങൾ ചൊറിഞ്ഞു വലുതാക്കി ആകാശത്തിലാക്കുന്നു. ഇല്ല, നിങ്ങൾ നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞത്. ഇന്ന് എയറിലൊന്നും ആവത്തില്ല. ഇന്ന് എയറിലാവുമ്പോൾ ഞാനായെങ്കിലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ വിഷു സ്പെഷ്യൽ നമ്മൾ കാർത്തിക് ചേട്ടനെ ഫാമിലിയുടെ ഒപ്പം ഇവിടെ ഇങ്ങനെ ആഘോഷിച്ചു. അപ്പൊ എല്ലാവർക്കും നമ്മൾ ഇത് ഞാൻ ചോദിക്കാൻ വിളിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, ഞാൻ മറന്നുപോയി. ഇപ്പൊ തിരിച്ചു എനിക്കറിയാം. വിഷു എനിക്കറിയാൻ പാടില്ല. എനിക്ക് ഐതിഹ്യം പറഞ്ഞു തരുമോ? ഞാൻ പറയട്ടെ. വിഷു എന്തിനാ ആഘോഷിക്കാൻ? മറ്റേ നരകാസുരനെ അല്ലേ വിളിച്ച? നരകാസുരനെ എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നാ എനിക്ക് ഐതിഹ്യം പറഞ്ഞു തരുമോ? വിഷു എന്തിനാ? അതൊന്നുമല്ല. വിഷുവത്ത് എന്ന് പറയുന്നത് കാലമാണ്. മേടതുലാങ്ങളിൽ സമമായി വരും അഹോരാത്രം. മേടത്തിലും തുലാമാസത്തിലും 2 തുലാം എന്ന് പറയുമ്പോഴത്തേക്ക് 2 ത്രാസ. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് വരും. അതുപോലെ തന്നെ മേടത്തിലും ഈ മേടത്തിലാവുമ്പോഴാണ് സൂര്യൻ നേരെ കിഴക്ക് വരുന്നത്. അപ്പോൾ ഈ 10 ദിവസത്തേക്ക് സൂര്യൻ നേരെ കിഴക്ക് ഭാഗത്ത് വരുന്നതായിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് അതിന് വിഷുവത്ത് എന്ന് പറയുന്നത്. അത് കൊയ്ത്ത് കാലമായിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പണ്ട് കാലത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. എല്ലാം മനസ്സിലായ പോലെ ഇരുന്നാൽ മതി. കൊയ്ത്ത് എന്തുവാന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ വലിച്ചൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. അഹോരാത്രം എന്ന് വെച്ചാൽ എന്തുവാ? ഇപ്പൊ പറഞ്ഞില്ലേ, സമമായി ഒരു അഹോരാത്രം. എന്തുവാ അഹോരാത്രം? എനിക്കറിയാൻ പാടില്ല, കേട്ടിട്ടുണ്ട്, അർത്ഥം അറിയാൻ പാടില്ല. എന്തോ ചോദിച്ചാലും കേട്ടെന്ന് പറഞ്ഞാൽ മതി. അല്ല, സത്യം ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ഹോരാന്ന് കേട്ടിട്ടുണ്ടോ? ഘോരയല്ല, ഹോര. ഹോര കേട്ടിട്ടില്ല, ഘോര കേട്ടിട്ടുണ്ട്.
കുഴപ്പമില്ല, വിട്ടേക്കാം. വിട്ടേക്ക്. എനിക്ക് മനസ്സിലായി അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നതിന്റെ കാര്യം എനിക്ക് ഇപ്പഴാണ് മനസ്സിലായി. ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് സൂക്ഷിച്ചും കണ്ടും പെരുമാറിയാനെ. ഓക്കെ, എന്തായാലും രാത്രിയും പകലും അല്ലേ? ആകാശ് രാത്രി രണ്ടും കൂടെ രണ്ടും തുല്യമായിട്ട് വരുന്ന സംഭവം അതാണ്. ഓക്കെ, അത് തുലാമാസത്തിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പകലും രാത്രിയും ഏതാണ്ട് തുല്യമായിരിക്കും. അത് മേടത്തിലാവുമ്പം ഈ മേടത്തിൽ മിക്കവാറും പകലും രാത്രിയും ഏതാണ്ട് തുല്യമായിരിക്കും. അതുകൊണ്ടാണ് ഇത് 2 മാസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. അടുത്ത ഇന്റർവ്യൂവിൽ പോയി ഇറക്കുന്നത് അഹോരാത്രം എന്തുവാന്ന് ചോദിക്കും. എന്നിട്ട് അവരെ ഇട്ട് ഓട്ടം കണ്ടു. ഇല്ല, ഇത് ഞാൻ അവര് പറയും ഇതുപോലെ അഹോന്ന് കേട്ടിട്ടുണ്ടോ? അതെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ വലിയ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനാണ് അഹോന്ന് പറയുന്നത്. രസമൊന്നുമില്ല, അവരെന്തെങ്കിലും തിരിച്ചു ചോദിച്ചാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഇല്ല, അതുകൊണ്ട് ഞാൻ ഇത് മിണ്ടത്തില്ല. ഇത് ഇവിടുന്ന് പണി ഇറങ്ങിയപ്പോൾ ഞാൻ മറന്നു കളയോ, എനിക്ക് വേണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു വിഷു സ്പെഷ്യൽ എപ്പിസോഡ് നമ്മൾ കാർത്തിച്ചേട്ടനും ഫാമിലിക്കൊപ്പം നമ്മൾ ആഘോഷിച്ചു. അമ്മ നല്ല അടിപൊളി പാൽപ്പായസം ഒക്കെ ഉണ്ടാക്കി തന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ജാങ്കോ സ്പേസിലെ പ്രേക്ഷകർക്ക് എല്ലാരും ചേർന്നൊരു വിഷു ആശംസകൾ പറയാവോ? ഓക്കെ, എങ്ങനെ പറയണ്ടേ? എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു. ജാങ്കോ സ്പേസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ. പറഞ്ഞില്ല, എന്താ ഒന്നും പറഞ്ഞു. വിഷു ആശംസകൾ പറഞ്ഞു. വിഷു ആശംസകൾ പറഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച്.